നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പൊതുവെ പറയാറ്. എന്നാൽ ആ ആപ്തവാക്യം പലപ്പോഴും ശരിയാകാറില്ല. ചെയ്യാത്ത കുറ്റത്തിന് അഴിക്കുള്ളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ നിരപരാധികളായ പലരും നേരിട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരക്കാരിൽ ചിലർക്ക് വയ്യെങ്കിലും നീതി ലഭിക്കാറുണ്ട്. എന്നാൽ ഈ നീതി ലഭിക്കാനുള്ള പോരാട്ടം പലപ്പോഴും ഏറെ കടമ്പകൾ കടന്നതാകും. 2018 ജൂലൈ 11 ചെയ്യാത്ത മോഷണ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു പ്രവാസിക്ക് 2026 നീതി ലഭിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ നിയമ പോരാട്ടം നടത്തി കണ്ണൂർ സ്വദേശി താജുദ്ദീനാണ് നീതി ദേവതയ്ക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. മോഷണ കേസിലെ പ്രതിയുമായിട്ടുള്ള രൂപസാദൃശ്യത്തിന്റെ പേരിലാണ് താജുദ്ദീൻ മോഷണ കേസിൽ പ്രതിയായത്. കഷണ്ടി തല, പാതി നരച്ച താടി, കണ്ണട, കറുത്ത നിറം ഈ അടയാളങ്ങളാണ് നിരപരാധി കുറ്റവാളിയാക്കിയത്. മകൾ തസ്ലീനയുടെ നിക്കാഹിന് ഗൾഫിൽ നിന്നെത്തിയ താജുദ്ദീൻ എന്ന മനുഷ്യന് 54 ദിവസം ജയിലിൽ കഴിയാൻ കാരണമായതും ഈ രൂപസാദൃശ്യം തന്നെ. 5.5 പവന്റെ മാല പൊട്ടിച്ചോടിയ കള്ളൻ എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയത്. അക്രമം, പിടിച്ചുപറി, പോക്സോ കേസുകളിൽ ഉൾപ്പെട്ട 13 തടവുകാരോടൊപ്പം ജയിലിൽ കഴിയേണ്ട വന്ന ഹതഭാഗ്യനാണ് താജുദ്ദീൻ. ഉറക്കമില്ലാതെ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയ 54 ദിനങ്ങളുടെ അവകാശി. ജൂലൈ 5 മക്രേരി ചോരക്കുളത്താണ് സംഭവങ്ങളുടെ തുടക്കം. ഉച്ചയ്ക്ക് 12:15 പലരും നോക്കി നിൽക്കെ ഒരു വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല പൊട്ടിച്ച് ഒരാൾ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു. ചക്കരകൽ എസ് ഐ ബിജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കഷണ്ടി തലയുള്ള താടി വെച്ച ഒരാളാണ് മാല പൊട്ടിച്ചതെന്ന് വീട്ടമ്മ എസ് ഐയോട് പറഞ്ഞു. മോഷ്ടാവ് പോയ വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. വീട്ടമ്മ പറഞ്ഞ പ്രകാരം രൂപമുള്ള ആൾ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യം പെരളശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ CCTVയിൽ കണ്ടെത്തി. തുടർന്ന് കായലോട്, കതിരൂർ ഭാഗങ്ങളിലെയും കതിരൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള CCTV ദൃശ്യങ്ങളിലും ഇത് ആവർത്തിച്ചു. ഇതോടെ മോഷ്ടാവ് കതിരൂർ മേഖലയിലുള്ള ആളായിരിക്കുമെന്ന് പോലീസ് ഉറപ്പിച്ചു. ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. കതിരൂരിലെ ചിലർക്ക് ദൃശ്യങ്ങൾ കാണിച്ച പോലീസിന് ഇത് താജുദ്ദീനാണെന്ന സൂചന ലഭിച്ചു. താജുദ്ദീന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. മോഷണം നടന്ന സമയത്ത് ആ സ്ഥലത്ത് താജുദ്ദീന്റെ ഫോൺ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. മോഷണ സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്ന മോഷ്ടാവിന്റെ തന്ത്രമായി പോലീസ് അതിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ താജുദ്ദീൻ തന്നെയാണ് മോഷ്ടാവെന്നും പോലീസ് ഉറപ്പിച്ചു. ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പുലർച്ചെ 1:30 കാറിൽ മടങ്ങുമ്പോഴാണ് പോലീസ് താജുദ്ദീനെ പിടികൂടുന്നത്. ഭാര്യയും മക്കളും മകൻ്റെ 2 സുഹൃത്തുക്കളുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. യാത്രാമധ്യേ റോഡിൽ പോലീസ് വാഹനം നിർത്തിയിട്ടതായി കണ്ടു. താജുദ്ദീൻ്റെ മകനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ജീപ്പ് താഴ്ന്നു പോയെന്നും ഉയർത്താൻ സഹായിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം മകനും കൂട്ടുകാരും പോയി. താജുദ്ദീനോട് റോഡിലേക്ക് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടു. പോലീസുകാർ വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകാതെ താജുദ്ദീൻ പകച്ചു നിന്നു. ചക്കരകൽ SI ബിജു അടുത്തേക്ക് വന്ന് മകനെ ഫോണിൽ നിന്ന് മോഷ്ടാവിൻ്റെ ചിത്രം കാണിച്ചു. പിതാവിനെ പോലെയുണ്ടെന്ന് അവൻ പറഞ്ഞു. സാമീത ഭാര്യയെ സൂചിപ്പിച്ചു. പൊട്ടിച്ചെടുത്ത മാലയുടെ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാമെന്ന് SI പറഞ്ഞു. മോഷണം നടത്തിയിട്ടില്ലെന്ന് താജുദ്ദീൻ പറഞ്ഞതോടെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജയിലിൽ 54 ദിവസം കടന്ന ശേഷം ഹൈക്കോടതിയാണ് ഒടുവിൽ ജാമ്യം നൽകിയത്. ഇതിനിടെ ഭാര്യ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ DYSP PP സദാനന്ദന് അന്വേഷണ ചുമതല നൽകി. ജാമ്യത്തിലിറങ്ങിയ താജുദ്ദീൻ TA ഇബ്രാഹിം MLA മുഖേന DGPക്ക് വീണ്ടും പരാതി നൽകി. ഇതിൽ കേസ് ഫയൽ പരിശോധിക്കാൻ DGP ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തി. DYSP നടത്തിയ അന്വേഷണത്തിൽ താജുദ്ദീൻ പൂർണ്ണമായും നിരപരാധിയാണെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളിലുള്ള ആളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ മോഷ്ടാവ് കയ്യിൽ വള ധരിച്ചിരുന്നതായും നെറ്റിയിൽ കറുത്ത പാടുള്ളതായും തെളിഞ്ഞു. ഇത് രണ്ടും താജുദ്ദീൻ അല്ല. ഈ ദൃശ്യം കേരളത്തിന്റെ എല്ലാ ക്രൈം സ്ക്വാഡിനും DYSP കൈമാറി. വടകരയിലെ ക്രൈം സ്ക്വാഡ് അത്തരമൊരാളുടെ വിവരം നൽകി. അയാളുടെ ഫോൺ ലൊക്കേഷൻ മോഷണം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. ഇതോടെ മോഷ്ടാവിന്റെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു. ചക്കരക്കൽ SIക്ക് തെറ്റുപറ്റിയതായി DYSP കണ്ടെത്തി. കോടതിക്ക് റിപ്പോർട്ട് നൽകി. ക്രൈംബ്രാഞ്ച് IG കേസ് ഫയൽ പരിശോധിച്ച് DYSPയുടെ കണ്ടെത്തലാണ് ശരിയെന്ന് വിലയിരുത്തി. അങ്ങനെ ചക്കരക്കൽ SIയെ സ്ഥലം മാറ്റി. കേസ് നടത്താനായി കുടുംബത്തിന് ഭീമമായ തുക തന്നെ ചെലവഴിക്കേണ്ടി വന്നു. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ DYSP നടത്തിയ സമാന്തര അന്വേഷണത്തിലാണ് മാലമോഷണ കേസിലെ യഥാർത്ഥ പ്രതി താജുദ്ദീൻ അല്ലെന്നും മറ്റൊരാളെന്നും തെളിഞ്ഞത്. മറ്റൊരു മോഷണക്കേസിൽ പീതാംബരൻ എന്നയാൾ പിടിയിലായതോടെയാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ചക്കരക്കല്ലിലെ മോഷണവും നടത്തിയത് താനാണെന്ന് ഇയാൾ സമ്മതിക്കുന്നതും. ഇതോടെയാണ് താജുദ്ദീന്റെ നിരപരാധിത്വം വ്യക്തമായത്. മാലമോഷണ കേസിൽ നിരപരാധിയായി തന്നെ പ്രതിയാക്കിയതോടെ താജുദ്ദീൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയായിരുന്നു. ഒടുവിൽ താജുദ്ദീന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. താജുദ്ദീന് 10 ലക്ഷവും മക്കൾക്കും ഭാര്യയ്ക്കും ഓരോ ലക്ഷം വീതവും നൽകണമെന്നാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ലംഘനമാണെന്നും ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ നിരീക്ഷിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാര തുക ഈടാക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.